ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2024 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ പ്രഭാഷകനിൽ നിന്നുള്ള 7ാമത്തെ വീഡിയോയാണ്. പ്രഭാഷകൻ 37-ാം അധ്യായം 1 മുതൽ 15 വരെ വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞു. ന്യായാധിപന്മാർ 2 അധ്യായം ചെയ്തിട്ടുണ്ട്. പ്രഭാഷകനിലെ 7ാമത്തെ വീഡിയോയാണിത്. സാ മീഡിയ ലോഗോസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അതിന് അറിയാത്തവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആഴ്ചയിൽ ഒരു മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കണമെങ്കിൽ സാ മീഡിയയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. പഴയ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം കൂടി മെർജ് ചെയ്ത് പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. പഴയ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരെല്ലാം പുതിയ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ജോയിനിങ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 37-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 31 വാക്യങ്ങൾ. ചോദ്യം 2, പ്രഭാഷകൻ 37-ാം അധ്യായത്തിന്റെ ആദ്യത്തെ തലക്കെട്ട് യഥാർത്ഥ സ്നേഹിതൻ. ചോദ്യം 3, പ്രഭാഷകൻ 37-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എല്ലാവരും എന്തു പറയും എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഞാനും നിന്റെ സ്നേഹിതനാണെന്ന്. ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്ന് പ്രഭാഷകൻ പറയുകയാണ്. ചോദ്യം 4, ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് ആരു പറയും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എല്ലാവരും. 5ാമത്തെ ചോദ്യം, ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും, എന്നാൽ ചിലർ എങ്ങനെയുള്ള സുഹൃത്തുക്കളാണ്? നാമമാത്ര സുഹൃത്തുക്കൾ. 6ാമത്തെ ചോദ്യം, മരണതുല്യമായ ദുഃഖമല്ലേ എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമാണ് എന്ന് പ്രഭാഷകൻ പറയുകയാണ്. 7ാമത്തെ ചോദ്യം, സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എങ്ങനെയുള്ള ദുഃഖമാണ്? മരണതുല്യമായ ദുഃഖം. ചോദ്യം 8, ആര് ശത്രുവായി മാറുന്നതാണ് മരണതുല്യമായ ദുഃഖം? സ്നേഹിതൻ. 9ാമത്തെ ചോദ്യം, ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത് ആരോടാണ്? ദുഷിച്ച ഭാവനയോട്. ഒരിക്കൽ കൂടി പറയാം, ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത് ആരോട്? ദുഷിച്ച ഭാവനയോട്. 10ാമത്തെ ചോദ്യം, ദുഷിച്ച ഭാവനയോട് പ്രഭാഷകൻ ചോദിക്കുന്ന ചോദ്യമെന്ത്? ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി? 11ാമത്തെ ചോദ്യം, ദുഷിച്ച ഭാവന എന്തിനെയാണ് വഞ്ചന കൊണ്ട് നിറയ്ക്കുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത്? ലോകത്തെ. ചോദ്യം 12, ദുഷിച്ച ഭാവന ലോകത്തെ എന്തുകൊണ്ട് നിറയ്ക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വഞ്ചന കൊണ്ട്. 13ാമത്തെ ചോദ്യം, കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നതാര്? ചില സ്നേഹിതന്മാർ. 14ാമത്തെ ചോദ്യം, ചില സ്നേഹിതന്മാർ ആരുടെ സന്തോഷത്തിലാണ് ആനന്ദിക്കുന്നത്? കൂട്ടുകാരന്റെ. 15, ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ എന്തു ചെയ്യുന്നു? ആനന്ദിക്കുന്നു. 16ാമത്തെ ചോദ്യം, ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ ആപത്തു വരുമ്പോൾ അവർ എന്തു ചെയ്യുന്നു? അവനെതിരായി തിരിയും. നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മോടൊപ്പം ആനന്ദിക്കുന്ന ചില കൂട്ടുകാർ പോലും നമുക്ക് ഒരാപത്ത് വരുമ്പോൾ നമുക്കെതിരായി തിരിയുന്നു എന്ന് പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുകയാണ്. 17ാമത്തെ ചോദ്യം, കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന ചില സ്നേഹിതന്മാർ എപ്പോഴാണ് അവനെതിരായി തിരിയുന്നത്? ആപത്തു വരുമ്പോൾ. 18ാമത്തെ ചോദ്യം, ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത്
എന്തിനു വേണ്ടിയാണ്? ഉദരപൂരണത്തിനു വേണ്ടി. 19ാമത്തെ ചോദ്യം, ഉദരപൂരണത്തിനു വേണ്ടി ചിലർ എന്തു ചെയ്യുന്നു? സ്നേഹിതരായി സഹായിക്കുന്നു. 20 ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിനു വേണ്ടിയാണ്. എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ എന്തു ചെയ്യും? അവനു വേണ്ടി പരിചയായി നിൽക്കും. 2 തരം സ്നേഹിതരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചിലർ നമ്മുടെ സ്നേഹിതരാണ്, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അവർ ആനന്ദിക്കുന്നു. എന്നാൽ നമ്മളൊരു ആപത്തിൽ പെടുമ്പോൾ അവർ നമുക്കെതിരായി തിരിയുന്നു. മറ്റൊരു കൂട്ടർ അവരുടെ ഉദരപൂരണത്തിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ വയറ് നിറയ്ക്കുന്നതിന് വേണ്ടി നമ്മോട് സ്നേഹം നടിക്കുന്നവരാണ്, അല്ലെങ്കിൽ സ്നേഹിതരായി നമ്മെ സഹായിക്കുന്നവരാണ്. എന്നാൽ അത്തരക്കാർ യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ആപത്ത് വരുമ്പോൾ, ഒരു അപകടം വരുമ്പോൾ നമുക്ക് പരിചയമായി നിൽക്കും എന്ന് പ്രഭാഷകൻ പറയുകയാണ്. 20ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂരണത്തിനു വേണ്ടിയാണ്. എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ എന്തു ചെയ്യും? അവനു വേണ്ടി പരിചയമായി നിൽക്കും. 21 ഉദരപൂരണത്തിനു വേണ്ടി സ്നേഹിതരായി സഹായിക്കുന്ന ചിലർ എപ്പോഴാണ് പരിചയമായി നിൽക്കുന്നത്? യുദ്ധം വരുമ്പോൾ. 22 ആരെ മറക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സ്നേഹിതനെ. 23 സ്നേഹിതനെ മറക്കരുത്. നിന്റെ ഐശ്വര്യകാലത്ത് അവനെ ഡാഷ്. പ്രഭാഷകൻ 37:6 പ്രകാരം പൂരിപ്പിക്കുക. അവഗണിക്കരുത്. 24 സ്നേഹിതനെ അവഗണിക്കരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എപ്പോൾ? നിന്റെ ഐശ്വര്യകാലത്ത്. 25 നിന്റെ ഐശ്വര്യകാലത്ത് ആരെ അവഗണിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? സ്നേഹിതനെ. 26 എല്ലാ ഉപദേശകരും എന്താണ് നൽകുന്നത്? മാർഗനിർദ്ദേശം. 27 ആരാണ് മാർഗനിർദ്ദേശം നൽകുന്നത്? എല്ലാ ഉപദേശകരും. 28 എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു. എന്നാൽ ചിലരുടെ ഉപദേശം എങ്ങനെയുള്ളതാണ്? സ്വാർത്ഥപരമാണ്. 29 ആരെ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉപദേശകനെ. എല്ലാ ഉപദേശകരും കുഴപ്പക്കാരാകണമെന്നില്ല. ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് എന്ന് പ്രഭാഷകൻ പറയുന്നു. അതുകൊണ്ട് ഉപദേശകരെ സൂക്ഷിക്കുക. നമുക്ക് ഉപദേശം തരാൻ വരുന്ന ആളുകളുടെ ഉദ്ദേശശുദ്ധി എന്ത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ ഉപദേശം സ്വീകരിക്കുക എന്ന ഒരു മുന്നറിയിപ്പാണ് പ്രഭാഷകൻ ഈ ഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. 30ാമത്തെ ചോദ്യം, ഉപദേശകനെ എന്തു ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? സൂക്ഷിച്ചുകൊള്ളുക. 31 ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ ശേഷം ആദ്യം അവന്റെ എന്തു ഗ്രഹിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ലക്ഷ്യം. 32 ആരുടെ ലക്ഷ്യം ഗ്രഹിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉപദേശകന്റെ. 33 അവൻ നിന്നെ ചതിച്ചെന്നു വരാം. ആര്? ഉപദേശകൻ. 34 സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. ആരുടെ? ഉപദേശകന്റെ. 35 ഉപദേശകന്റെ ഉന്നം എന്തായിരിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സ്വാർത്ഥ ലാഭം. എല്ലാവരുടെയും അങ്ങനെയല്ല, ചിലരുടെയെങ്കിലും അങ്ങനെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. അതാര് എന്ന് തിരിച്ചറിയുക എന്നത് ഉപദേശം കേൾക്കുന്ന ആളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് എല്ലാവരെയും, ഉപദേശം തരാൻ വരുന്ന എല്ലാവരെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്, അവരെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. 36ാമത്തെ ചോദ്യം, സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം, അതായത് ഉപദേശകന്റെ ഉന്നം. അവൻ നിന്നെ എന്തു ചെയ്തെന്നു വരാം? ചതിച്ചെന്നു വരാം. 37 നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് ഉപദേശകൻ എന്തു ചെയ്യുന്നു? നിനക്കെന്ത് സംഭവിക്കുന്നു എന്നു കാണാൻ അവൻ മാറി നിൽക്കും. നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് ഉപദേശകൻ എന്തു ചെയ്യും അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു? നിനക്കെന്തു സംഭവിക്കുന്നു എന്നു കാണാൻ അവൻ മാറി നിൽക്കും. 38 എന്തു പറഞ്ഞിട്ടാണ് നിനക്കെന്തു സംഭവിക്കുന്നു എന്നു കാണാൻ ഉപദേശകൻ മാറി നിൽക്കുന്നത്?
നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട്. 39 നിന്റെ മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നു എന്നു കാണാൻ മാറി നിൽക്കുന്നത് ആര്? സ്വാർത്ഥലാഭം ഉന്നമാക്കിയ ഉപദേശകൻ. 40 ആരോട് ഉപദേശം ചോദിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നിന്നെ സംശയിക്കുന്നവനോട്. 41 നിന്നെ സംശയിക്കുന്നവനോട് എന്ത് ചോദിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉപദേശം. 42 ആരോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? അസൂയാലുവിനോട്. 43 അസൂയാലുവിനോട് എന്ത് വെളിപ്പെടുത്തരുത് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ലക്ഷ്യം. 44 സ്ത്രീയോട് ആലോചന നടത്തരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? അവളുടെ പ്രതിദ്വന്ദിയെപ്പറ്റി. പ്രഭാഷകൻ 37ന്റെ 11-ാം വാക്യം ഒരു വലിയ വാക്യമാണ്. അവിടെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറെ ആളുകളെ പരിചയപ്പെടുത്തുന്നു. അവരോട് ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് ആലോചന നടത്തരുത് എന്നും പറയുന്നു. അതിലാദ്യം പറയുന്നത് സ്ത്രീയെക്കുറിച്ചാണ്. സ്ത്രീയോട് ആലോചന നടത്തരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് അവളുടെ പ്രതിദ്വന്ദിയെ പറ്റിയാണ്. 45 പ്രതിദ്വന്ദിയെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ആരോട്? സ്ത്രീയോട്. 46 ഭീരുവിനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? യുദ്ധത്തെപ്പറ്റി. 47 യുദ്ധത്തെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ആരോട്? ഭീരുവിനോട്. 48 വ്യാപാരിയോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്തരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? വിലയെപ്പറ്റി. 49 വിലയെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത് ആരോട്? വ്യാപാരിയോട്. 50 വിൽപ്പനയെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത് ആരോട്? വാങ്ങുന്നവനോട്. 51 വാങ്ങുന്നവനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്താൻ പാടില്ലാത്തത്? വിൽപ്പനയെപ്പറ്റി. 52 വിദ്വേഷിയോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്താൻ പാടില്ലാത്തത്? നന്ദിയെപ്പറ്റി. 53 നന്ദിയെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത് ആരോട്? വിദ്വേഷിയോട്. 58 ക്രൂരനോട് എന്തിനെ പറ്റി ആലോചന നടത്താൻ പാടില്ല? കരുണയെപ്പറ്റി. 55 കരുണയെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത് ആരോട്? ക്രൂരനോട്. 56 അലസനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്താൻ പാടില്ലാത്തത്? അധ്വാനത്തെപ്പറ്റി. 57 അധ്വാനത്തെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത് ആരോട്? അലസനോട്. 58 ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്താൻ പാടില്ലാത്തത്? ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി. 59 ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത് ആരോട്? ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട്. 60ാമത്തെ ചോദ്യം, മടിയനായ ദാസനോട് എന്തിനെ പറ്റിയാണ് ആലോചന നടത്താൻ പാടില്ലാത്തത്? വലിയ ഉദ്യമത്തെപ്പറ്റി. 61 വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത് ആരോട്? മടിയനായ ദാസനോട്. 62 എങ്ങനെയുള്ള ദാസനോടാണ് വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത്? മടിയനായ ദാസനോട്. 63 പ്രഭാഷകൻ 37:11 ഇത്തരക്കാരോട് ഉപദേശം തേടരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ എത്ര തരം ആളുകളെ കുറിച്ച് പറയുന്നു? ആരെല്ലാം? 9 തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. 1 സ്ത്രീ, 2 ഭീരു, 3 വ്യാപാരി, 4 വാങ്ങുന്നവൻ, 5 വിദ്വേഷി, 6 ക്രൂരൻ, 7 അലസൻ, 8 ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവൻ, 9 മടിയനായ ദാസൻ. ആ ക്രമം ഒന്നുകൂടി പറയാം. ക്രമമായി തന്നെ പഠിക്കുക. കാരണം അത്തരത്തിൽ ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്. 1 സ്ത്രീ, 2 ഭീരു,
3 വ്യാപാരി, 4 വാങ്ങുന്നവൻ, 5 വിദ്വേഷി, 6 ക്രൂരൻ, 7 അലസൻ, 8 1 വർഷത്തേക്ക് കൂലിക്കെടുത്തവൻ, 9 മടിയനായ ദാസൻ. പ്രഭാഷകൻ 37:11 പറഞ്ഞിരിക്കുന്ന 9 കൂട്ടം ആളുകളോട് ചെയ്യാൻ പാടില്ല എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ എന്തെല്ലാം? ആലോചന നടത്തരുത്, ഉപദേശം തേടരുത്. ആലോചന നടത്തരുത് എന്ന് പറയുന്നത് ഓരോ ആളോടും ഓരോ കാര്യത്തെക്കുറിച്ചാണ് ആലോചന നടത്തരുത് എന്ന് പറയുന്നത്. സ്ത്രീയോട് അവളുടെ പ്രതിദ്വന്ദിയെപ്പറ്റി ആലോചന നടത്തരുത്, ഭീരുവിനോട് യുദ്ധത്തെപ്പറ്റി, വ്യാപാരിയോട് വിലയെപ്പറ്റി, വാങ്ങുന്നവനോട് വിൽപ്പനയെപ്പറ്റി, വിദ്വേഷിയോട് നന്ദിയെപ്പറ്റി, ക്രൂരനോട് കരുണയെപ്പറ്റി, അലസനോട് അധ്വാനത്തെപ്പറ്റി, 1 വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി, മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെപ്പറ്റി ആലോചന നടത്തരുത്. ഓരോ ആളോടും ഓരോ കാര്യമാണ് പറയുന്നത്. എന്നാൽ പൊതുവിൽ പറയുന്നു ഇവരോട് ഉപദേശം തേടരുത് എന്നും പറയുന്നു. 65-ാമത്തെ ചോദ്യം, പ്രഭാഷകൻ 37:11 ഇത്തരക്കാരോട് ഉപദേശം തേടരുത് എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നിടത്ത് 9 തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 7ാമത് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? അലസൻ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. ഈ ഒരു രീതിയിൽ ചോദ്യം ചോദിച്ചിട്ട് അവിടെ ആദ്യം പറയുന്നത് ആരെക്കുറിച്ച്, അവസാനം പറയുന്നത് ആരെക്കുറിച്ച്, അലസന് മുൻപ് പറയുന്നത് ആരെക്കുറിച്ച്, അലസനു ശേഷം ആരെക്കുറിച്ചാണ് പറയുന്നത്, 3ാമത് ആരെക്കുറിച്ച്, 5ാമത് ആരെക്കുറിച്ച്, അങ്ങനെ ഏതു രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ഉത്തരം എഴുതണം എന്നുണ്ടെങ്കിൽ പ്രഭാഷകൻ 37:11 വാക്യം അതുപോലെ കാണാതെ പഠിക്കുക. ഈ പറയുന്ന ആളുകളുടെ ക്രമവും അതുപോലെ കാണാതെ പഠിക്കുക. 66-ാമത്തെ ചോദ്യം, എപ്പോഴും ഒട്ടി നിൽക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത് എങ്ങനെയുള്ളവനോടാണ്? ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട്. 4 കൂട്ടം ആളുകളുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട്. 67-ാമത്തെ ചോദ്യം, ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും എങ്ങനെ നിൽക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഒട്ടി നിൽക്കുക. 68-ാമത്തെ ചോദ്യം, എന്തു പാലിക്കും എന്ന് ഉറപ്പുള്ളവനോട് ഒട്ടി നിൽക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കൽപ്പനകൾ. 69, നിന്റെ എന്തിനോട് ഇണങ്ങുന്ന ഒരുവനോട് ഒട്ടി നിൽക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സ്വഭാവത്തിന്. ചോദ്യം 70, നിന്റെ പരാജയത്തിൽ എന്തു ചെയ്യുന്നവനോടാണ് ഒട്ടി നിൽക്കുക എന്ന് പ്രഭാഷകൻ പറയുന്നത്? സഹതപിക്കുന്ന ഒരുവനോട്. 71, ആരുടെ ഉപദേശം സ്വീകരിക്കുക എന്നാണ് പ്രഭാഷകൻ 37:13 പറയുന്നത്? നിന്റെ ഹൃദയത്തിന്റെ. 72, നിന്റെ ഹൃദയത്തിന്റെ എന്ത് സ്വീകരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉപദേശം. 73, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെപ്പറ്റി? നിന്റെ ഹൃദയത്തിന്റെ ഉപദേശത്തെ പറ്റി. 74, ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരെക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആര്? സ്വന്തം ഹൃദയം. 75, സ്വന്തം ഹൃദയം നൽകുന്നത് എന്ത്? ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരെക്കാൾ കൂടുതൽ വിവരങ്ങൾ. 76, എല്ലാറ്റിലും ഉപരി എങ്ങനെ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സത്യമാർഗത്തിൽ. 77, എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അത്യുന്നതനോട്.
78 അത്യുന്നതനോട് പ്രാർത്ഥിക്കേണ്ടത് എന്ത്? എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന്. ഇങ്ങനെ 78 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 37-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടാം ഭാഗത്തെ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വരുന്ന ശനിയാഴ്ച 37-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. പലർക്കും അറിയില്ല എന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അറിയാത്തവർ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ വേണ്ടുന്ന നിർദ്ദേശമോ സഹായമോ ഒക്കെ ചെയ്തു തരുന്നതായിരിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക, ബൈബിൾ വായിക്കുക, വാക്യങ്ങൾ കാണാതെ പഠിക്കുക. വചനം നമ്മെ സുഖപ്പെടുത്തുന്ന ഒരു വലിയ ഔഷധമാണ്. ഒരുപാട് അനുഭവങ്ങൾ വചനം വായിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. ലോഗോസ് ക്വിസ് പരീക്ഷ എന്നത് വചനം പഠിക്കാനുള്ളൊരു മാർഗം മാത്രമാണ്, ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.